ഈ ഒരു മൂവീനെ ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ പ്യൂർ മാസ്റ്റർ പീസ്. അമ്മാതിരി കിടില മൂവിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു മൂവിയുടെ സ്റ്റോറി ടെല്ലിംഗ് ആയാലും ക്യാരക്ടർ പ്രസൻറ്റേഷൻ ആയാലും ആ ഒരു മേക്കിംഗ് ആയാലും എല്ലാം അടിപൊളിയായിരുന്നു. എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു മൂവിയുടെ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഒരു രക്ഷയില്ല. നമുക്ക് ഓൾറെഡി അറിയാം ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്താണ്, അല്ലെങ്കിൽ എങ്ങനത്തെ മെത്തേഡിലാണ് ഈ ഒരു മൂവി പ്രസൻറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം. അല്ലെങ്കിൽ സ്റ്റോറി എന്ന് പറയുന്നത് ആ ഒരു മനയിലോട്ട് പോകുന്ന രണ്ട് ആൾക്കാർ, പിന്നീട് അവിടെ നടക്കുന്ന ഹൊററായിട്ടുള്ള എലമെൻറ്റ്സ് ഒക്കെയാണ് ആ ഒരു മൂവി സംസാരിക്കുന്നത്. പക്ഷേ ആ ഒരു എലമെൻറ്റ് നമ്മൾ ഒരുപാട് കാലമായിട്ട് കാണുന്ന ഈ ഹൊറർ എന്നുള്ള എലമെൻറ്റിന് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് അത് തരുന്നത്. കാരണം ഈ ഒരു മൂവി ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നത് വേറെ ലെവലായിരുന്നു. ചിലപ്പോൾ ഇതേ ഒരു ഐറ്റം കളറിലാണ് ഞാൻ കണ്ടിരുന്നെങ്കിൽ ഈ ഒരു ഫീൽ എനിക്ക് എടുത്തില്ല. ചില ഷോർട്സ് ഒക്കെ ഉണ്ട്, അത് നിങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണുമ്പോൾ ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അത് നിങ്ങൾ തിയേറ്ററിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എടുത്ത് പറയുന്നില്ല, അങ്ങനത്തെ ഒരുപാട് കിടിലം ഷോർട്സ് ഉണ്ട്. പിന്നീടുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു ഷിഫ്റ്റ് ഉണ്ട്, ഗ്രാഫ് ഷിഫ്റ്റ് ഉണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ തന്നെ പല തരത്തിലുള്ള ഷെയ്ഡ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഷിഫ്റ്റ് വരുന്ന കുറേ സീക്വൻസ് ഉണ്ട്. അതൊന്നും ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ആ ഒരു മോണോക്രോമിൽ മൂവി പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതിനൊക്കെ ഒരു ബിഗ് സല്യൂട്ട് ടു ദ ഡയറക്ടർ. കാരണം ഇങ്ങനത്തെ ഒരു സ്റ്റോറിയും അത് ഫുള്ളി മോണോക്രോമും അത് മമ്മൂക്കാനെ പോലെ ഒരു സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള ആക്ടറിനെ കൊണ്ടുവരുമ്പോൾ ആ ഒരു ക്യാരക്ടർ ഇമ്പോർട്ടൻസ് ഒക്കെ എങ്ങനെ രീതിയിൽ കൊടുക്കണമെന്ന് അയാൾക്കറിയാം. സോ ഈച്ച് ആൻഡ് എവരിതിങ് ഈ മൂവിയിലുള്ള സ്റ്റാർട്ടിങ് ടു എൻഡ് ആയാലും ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് ആയാലും പ്രസൻറ്റേഷൻ ആയാലും ഈവൻ മ്യൂസിക് ആയാലും മൂവിയിൽ വന്നു പോകുന്ന എന്തായാലും എല്ലാം അടിപൊളിയായിട്ട് ആ ഓരോ എലമെൻറ്റ്സ് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ എവിടെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, അപ്പോൾ മ്യൂസിക് ആയാലും സീക്വൻസ് ആയാലും ആ വിഷ്വൽ ആയാലും എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു മൂവിയിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ ബിഗ് സല്യൂട്ട് ടു ദ ഡയറക്ടർ. എനിക്ക് ഈ ഒരു മൂവിയിൽ സംസാരിക്കുന്ന തീമും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഈ ഒരു ഫ്ലോക്ക് ഹൊറർ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ മലയാളത്തിൽ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ റീസെൻ്റ്ലി വന്ന കുമാരി എന്നൊരു മൂവിയുണ്ട്. അല്ലെങ്കിൽ പണ്ട് വന്ന ഒരു ക്ലാസിക് കിടിലം മൂവിയാണ് അനന്തഭദ്രം. സോ അങ്ങനത്തെ മൂവീസ് അല്ലെങ്കിൽ അങ്ങനത്തെ മൂവീസിൻ്റെ സ്റ്റോറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ആ ഒരു സ്റ്റോറീനെ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡിൽ കാണിക്കുമ്പോൾ അതിനൊരു ലിമിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അല്ലെങ്കിൽ കളറിങ്ങിലോ ആയാലും ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി കണ്ടെത്ത ഒരുപാട് ഹൊറർ മൂവീസിലൊക്കെ ആണെങ്കിൽ ഭയങ്കര കളറിങ് ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഹൊറർ എലമെൻറ്റ് കാണിക്കാൻ വേണ്ടി തന്നെ ആ ഒരു എൻ്റയർ മോഡ് തന്നെ ചേഞ്ച് ചെയ്യണം. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ അതിന് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയാൻ നമ്മൾ ആലോചിക്കുന്നതിൻ്റെ അപ്പുറത്താണ്. അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തു പറയാം, ഈ ഒരു മൂവി എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. അല്ലാതെ OTT വരുമ്പോൾ കാണാം, അല്ലെങ്കിൽ മോണോക്രോമാണ് എങ്ങനെ പോയിരുന്ന് കാണും ഈ പടം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ മിസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഞാൻ പറയാം, ഇനി ഒരുപാട് കാലം കഴിയുമ്പോൾ ഇതുപോലത്തെ ഒരു ഫ്ലോക്ക് ഹൊറർ അല്ലെങ്കിൽ ഒരു ഹൊറർ മൂവിയൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു മൂവിനെ വെച്ചായിരിക്കും ഇനി കമ്പയർ ചെയ്യണം. സത്യം. കാരണം ഈ ഒരു മൂവി ആ രീതിയിലാണ് അല്ലെങ്കിൽ ആ ലെവലിലാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളിപ്പോൾ റീസെൻ്റ്ലി കുമാരി എന്ന് പറഞ്ഞ മൂവി കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം ആ ഒരു മൂവിയുടെ കോണ്ടന്റ് എന്താണെന്നുള്ളത്. അല്ലെങ്കിൽ ഇന്ത്യൻ മൂവീസിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്ലോക്ക് ഹൊറർ മൂവി ആയിട്ടുള്ള തുമ്പാട്, ആ ഒരു മൂവി കണ്ടവർക്ക് അറിയാം. ആ ഒരു സ്റ്റോറി നിങ്ങൾക്ക് അറിയാമല്ലോ, അതൊരു ഫ്ലോക്ക് ഹൊററാണ്. സോ അതുപോലത്തെ ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ് ഈ ഒരു മൂവിക്ക് വരുന്നത്. ഞാൻ ഈ മൂവിനെ കമ്പയർ ചെയ്യല്ല, അല്ലെങ്കിൽ അതേ സ്റ്റോറി ആണെന്നോ അല്ലെങ്കിൽ അതേ മൂവി ആണെന്നോ അങ്ങനെയല്ല ഞാൻ പറയും. പക്ഷേ ആ ഒരു മൂവി കണ്ട് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മേക്കിങ്ങും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലെവലൊക്കെ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു മൂവി ഇഷ്ടപ്പെടുക. കാരണം ഈ ഒരു മൂവിയും ആ ഒരു ലെവലിലൊക്കെ കൊണ്ടുവയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നീടുള്ളത് ക്യാരക്ടർ പ്രസൻറ്റേഷനാണ്. ഈ ഒരു മൂവിയിൽ ആകെ കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. അതിൽ മമ്മൂക്കയും അർജുൻ അശോകനും സിദ്ധാർത്ഥനും ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് 3 പേരും. കാരണം ആ 3 ക്യാരക്ടേഴ്സും അത്ര ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ആ 3 പേർക്കും പെർഫോം ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് തന്നെ ഈ ഒരു എൻ്റയർ മൂവിയിലുണ്ട്. അതിലും മമ്മൂക്ക, നമുക്കറിയാം മമ്മൂക്കയുടെ ഇപ്പോൾ ഉള്ള ഒരു ടൈം ലൈനൊക്കെ എങ്ങനെയാണ് മൂവീസ് എന്നുള്ളത്. പക്ഷേ ഈ ഒരു മൂവിയിൽ അതും ഇങ്ങനത്തെ ഒരു ക്യാരക്ടറൊക്കെ മമ്മൂക്ക ചെയ്യണമെങ്കിൽ ചുമ്മാ ചാടിക്കയറി ഓക്കെ ഇങ്ങനത്തെ ഒരു മൂവി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ചെയ്യാൻ ഒരിക്കലും മമ്മൂക്ക വരത്തില്ല. കാരണം മമ്മൂക്കക്ക് അറിയാം ഇതിൽ മമ്മൂക്കക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവൽ ഓഫ് ഫൈറ്റ് ഉണ്ടെന്ന്. കാരണം ഈ ഒരു മൂവി കണ്ടു കഴിഞ്ഞിട്ട് ഓക്കെ ഇപ്പം ആസിഫ് അലിയാണ് ശരിക്കും അർജുൻ അശോകൻ്റെ ക്യാരക്ടർ ചെയ്യാറുണ്ട്. നമുക്ക് ആലോചിക്കാൻ പോലും പറ്റത്തില്ല വേറൊരു ക്യാരക്ടറെ മാച്ച് ചെയ്യാൻ. കാരണം അങ്ങനത്തെ രീതിയിലാണ് ഈ 3 പേരും ചെയ്തു വെച്ചിരിക്കുന്നത്. അതിൽ മമ്മൂക്കയുടെ ചില സീക്വൻസ് ഒക്കെ ഉണ്ട്, ഞാൻ എടുത്തൊന്നും പറയുന്നില്ല. പക്ഷേ ഉണ്ടല്ലോ മാൻ, അത് ഹീസ് എ റിയൽ ഗോഡ്. അതിൻ്റെ അപ്പുറത്തേക്കും പറയില്ല, അല്ലെങ്കിൽ മമ്മൂക്ക എങ്ങനെ ചെയ്തു അല്ലെങ്കിൽ മമ്മൂക്കയുടെ ഈ സീക്വൻസ് അങ്ങനെയൊന്നും പറയാൻ ഞാൻ ആരുമല്ല. പക്ഷേ മമ്മൂക്ക ഈ മൂവിയിൽ പെർഫോം ചെയ്തിരിക്കുന്നുണ്ടല്ലോ, ഫുൾ അഴിഞ്ഞാടി എന്നൊക്കെ പറയത്തില്ല, അമ്മാതിരി ലെവലായിരുന്നു. അതും ചില സീക്വൻസ് ഒക്കെ ഉണ്ട്, ഒരു രക്ഷയില്ല. പിന്നീട് മമ്മൂക്കയുടെ സൗണ്ട് മോഡുലേഷൻ വേറെ ലെവലാണ്. ആൻഡ് അർജുൻ അശോകനായാലും സിദ്ധാർത്ഥ് ഭരതനായാലും ഇവർ രണ്ടുപേരും നമ്മൾ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിൽ, ഇപ്പോൾ മമ്മൂക്ക ആയാൽ പോലും നമ്മൾ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറൊന്നും ഈ റീസെൻ്റ്ലി അല്ലെങ്കിൽ അവരുടെ കരിയറിലെല്ലാം നമ്മൾ കണ്ടിട്ടില്ല. അപ്പം മമ്മൂക്കാനെ ഇതിന് മുമ്പ് നമ്മൾ നെഗറ്റീവ് ഷെയ്ഡിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു മൂവിൽ വരുന്ന ക്യാരക്ടറായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്റ്റോറി ടെല്ലിംഗ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ പ്രസൻറ്റേഷൻ കാണാത്തതുകൊണ്ട് തന്നെ ഈ 3 പേർക്കും ഇങ്ങനത്തെ ഒരു സ്റ്റോറിയിലും ഇങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സിലൊക്കെ കണ്ടപ്പോൾ അടിപൊളിയായിരുന്നു. 3 പേരും കിടിലായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് അല്ലെങ്കിൽ സ്റ്റോറി മുന്നോട്ട് കൊണ്ടുവന്ന അർജുൻ അശോകനാണ്. സോ ആ ഒരു ക്യാരക്ടർ മൂപ്പര് അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നീട് എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു മൂവിയുടെ ക്യാമറ, ആർട്ട് വർക്ക് ആൻഡ് മ്യൂസിക്, ഈ 3ഉം അടിപൊളിയായിരുന്നു. ക്യാമറ എന്നൊക്കെ പറയുന്ന ഒരുപാട് കിടിലം വിഷ്വൽസ് ഉണ്ട്, ഒരുപാട് കിടിലം ഫ്രെയിംസും ഉണ്ട്. ആ ഒരു ഫ്രെയിമിൽ തന്നെ നമുക്ക് ആ ഒരു സീനിൻ്റെ ഒരു ബിൽഡപ്പും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ആൻഡ് മ്യൂസിക്, ഈ അടുത്ത കാലത്തൊന്നും ഞാനൊരു തിയേറ്ററിൽ ഇത്രയധികം ഒരു സൗണ്ട് എഫക്ട്സ് എക്സ്പീരിയൻസ് ചെയ്തില്ല എന്ന് വേണമെങ്കിൽ പറയും. ഈ ചെറിയ സൗണ്ട് ആയാൽ പോലും ഇപ്പം ആ ഒരു കാട്ടിലുള്ള ചെറിയ സൗണ്ട്, അല്ലെങ്കിൽ ആ ഒരു തറവാട്, അല്ലെങ്കിൽ ആ മനയിലുള്ള പണ്ടത്തെ മനയാണല്ലോ, സോ അവിടുത്തെ ചെറിയ സൗണ്ട്സ്, അല്ലെങ്കിൽ ആ ഓരോ ഡീറ്റെയിലിങ്ങും അത്ര
അടിപൊളിയായിരുന്നു. ആൻഡ് ആ ഒരു മ്യൂസിക് വാസ് ലൈക്ക് ഭയങ്കര വിൻറ്റേജ് ആയിട്ട് നമുക്ക് ആ ഒരു ഹൊറർ മൂഡൊക്കെ ഇങ്ങനെ പിടിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആ ഒരു എൻ്റയർ സീനുമായിട്ട് നല്ല രീതിക്ക് തന്നെ ബ്ലെൻഡ് ചെയ്ത് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു സീനും അല്ലെങ്കിൽ ആ ഒരു മ്യൂസിക്കൊക്കെ നമുക്കിങ്ങനെ റിപ്പീറ്റ്ലി മൈൻഡിൽ വന്നുകൊണ്ടിരിക്കും. അങ്ങനത്തെ രീതിയിലാണ് ഈ ഒരു മ്യൂസിക്കും ആ ഒരു BGM ഒക്കെ ഈ മൂവിയിൽ പോകുന്നത്. സോ ഈ രണ്ട് കാര്യങ്ങളും അടിപൊളിയായിരുന്നു. ആൻഡ് എടുത്തു പറയേണ്ട കാര്യം ആർട്ട് വർക്ക്, ആ ഒരു ആ ഒരു കാർഡ് ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ആ ഒരു മൂവിയുടെ എൻ്റയർ ആർട്ട് വർക്കൊക്കെ പോയിരിക്കുന്നത്. നമ്മൾ ആ ഒരു കാർഡിൻ്റെ അകത്ത് അല്ലെങ്കിൽ ആ ഒരു മനയിൽ ട്രാപ്പായി നമ്മൾ നിൽക്കുന്ന പോലത്തെ ഒരു ഫീലൊക്കെ നമുക്ക് കിട്ടും. ആ രീതിയിലാണ് ആ ഒരു എൻ്റയർ മൂവിയുടെ ആർട്ട് വർക്കും ആ ഒരു പ്രസൻറ്റേഷനൊക്കെ വന്നിരിക്കുന്നത്. സോ ഇതൊക്കെയാണ് മൂവിനെ കുറിച്ച് പറയാൻ. ഒരുപാടുണ്ട്, അതൊക്കെ ഇനി പറഞ്ഞ സ്പോയിലായി പോകും, അല്ലെങ്കിൽ ഈച്ച് ആൻഡ് എവരി സീൻ എനിക്ക് എടുത്ത് പറയണമെന്നുണ്ട്. അതൊക്കെ എന്തെങ്കിലും ഒരു വീഡിയോ ഞാൻ അതിനുവേണ്ടി ചെയ്യാം. ആൻഡ് എനിക്ക് മൂവി ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കിഡിലം മൂവിയാണ്, ഒരു കിഡിലം തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന മൂവിയാണ്. സോ എല്ലാവരും തീർച്ചയായിട്ടും കണ്ടു നോക്കാം. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയാണ്, OTTയിൽ വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞ് ഒരിക്കലും ഇരിക്കരുത്. അങ്ങനെ ഇരുന്നാൽ നിങ്ങൾ മിസ് ചെയ്യുന്നതും, അങ്ങനെ നിങ്ങൾ ഇരുന്നാൽ നിങ്ങൾ മിസ് ചെയ്യുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഈ ഒരു മൂവിയുടെ വിഷ്വലും ആ ഒരു സൗണ്ടും ആ സ്റ്റോറിയും ആ ഒരു മൂവിയുടെ പ്രസൻറ്റേഷനും എല്ലാം നിങ്ങൾ ആ തിയേറ്ററിൽ നിന്ന് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ആ ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. പിന്നീടുള്ള ഒരു കാര്യം, ഒരിക്കലും മറ്റേ കോൺജറിങ്ങോ അനബെല്ലോ അല്ലെങ്കിൽ മറ്റേ ഹോളിവുഡ് പ്രേതപ്പടം എന്ന് പറഞ്ഞ് ഒരിക്കലും പോയത്. ആ ഒരു ടൈപ്പേ അല്ല മൂവി. ഒരു പ്രതീക്ഷ വയ്ക്കാൻ നിങ്ങൾ ഈ മൂവി പോയി കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ മൂവി എന്നുള്ളത്. സോ എന്തായാലും എല്ലാവരും പോയി ചെക്കൗട്ട് ചെയ്ത് നോക്കുക. സോ ഓൾറെഡി ഈ മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താ വെച്ചാൽ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.